അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ്. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം ധാരാളം സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. പടച്ച തമ്പുരാൻ ലോക ജനതയോട് സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്ന് പടച്ച തമ്പുരാൻ ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മാസം കൂടിയാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. അതുകൊണ്ട് നമ്മൾ എണ്ണമറ്റ അത്രയും ധാരാളം സ്വലാത്തുകൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണം. ഹബീബായ തങ്ങളെ മാസമാണ് ശഅബാൻ. ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മജ്ലിസിൽ വെച്ച് ഈ സ്വലാത്ത് മജ്ലിസിൽ വെച്ച് നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലുകയാണ്. ഏറ്റവും ഖൈറാക്കപ്പെട്ട സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ പവിത്രത എല്ലാവർക്കും അറിയുന്നതാണ്. ധാരാളം ആളുകൾ ചൊല്ലുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തിൽ നിങ്ങൾ അധികരിപ്പിക്കുക. പലവരും ചോദിക്കാറുണ്ട്, തങ്ങളെ ഏതാണ് ഏറ്റവും ഖൈറായ സ്വലാത്ത്, ഏറ്റവും പ്രതിഫലമുള്ള സ്വലാത്ത് ഏതാണ്? സ്വലാത്തിനങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടില്ല. കാറ്റഗറി ആയിട്ട് ഇതാണ് ഏറ്റവും മഹത്വമുള്ളത്. എല്ലാ സ്വലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. എല്ലാ സ്വലാത്തിനും ധാരാളം സ്വലാത്തുണ്ട്. സ്വലാത്തുൽ നാരിയ, സ്വലാത്തു തിബ്ബ്, സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൽ ഫിർദൗസിയ, സ്വലാത്തുൽ ഫാത്തിഹ്, അങ്ങനെ ധാരാളം സ്വലാത്തുകൾ നമ്മൾ സാധാരണയായിട്ട് ചൊല്ലുന്ന സ്വലാത്തുകൾ, അങ്ങനെ ധാരാളം സ്വലാത്തുകളുണ്ട്. അതിനും ഓരോരോ സ്വലാത്തിനും അതിൻ്റെതായ ഫളാഇൽ, അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ സ്വലാത്തുകൾ എടുത്തു നോക്കിയാലും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അതുപോലെയാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ മജ്ലിസിൽ വെച്ചിട്ട് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ തുടക്കം കുറിക്കണം. ധാരാളം ആളുകൾ ചൊല്ലുന്നതാണ്. എന്താണ് അതിൻ്റെ ഫളാഇൽ? 4 ഫളാഇൽ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന 4 ശ്രേഷ്ഠതകൾ, അതാണ് ഞാൻ പറയുന്നത്. 4 ശ്രേഷ്ഠതകളാണ് സ്വലാത്തുൽ ഫാത്തിഹ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരാൾ ദായിമാക്കി കഴിഞ്ഞാൽ, ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് കിട്ടാൻ പോകുന്ന 4 ഫളാഇൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ആ 4 ഫളാഇൽ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ നമ്മൾ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം ആള് ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഫളാഇൽ? സയ്യിദ് അലവി മാലിക്കി തങ്ങൾ പറയുന്നു, മഹാനവറുകൾ പറയുന്നു, സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ അവനിക്ക് കിട്ടാൻ പോകുന്നത് 1000-ഓ 10,000-ഓ സ്വലാത്ത് ചൊല്ലിയവൻ്റെ പ്രതിഫലമാണെന്ന് മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം, പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടാൻ പോകുന്നത് 1000-ഉം 10,000-ഉം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അവനിക്ക് കിട്ടും. അള്ളാഹു അവനിക്ക് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 2ാമത്തെ ഫളാഇൽ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം
നമ്മൾ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലിയാൽ 1000-ഉം 10,000-ഉം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സ്വലാത്ത് ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാസത്തിൽ, ഹബീബായ തങ്ങളെ മാസത്തിൽ, ഷഅബാൻ ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ ഉണർത്തിയ മാസത്തിൽ, ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസത്തിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് എത്ര അനുഗ്രഹമാണ്. 1000-ഉം 10,000-ഉം പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക. അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത് സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത്, എല്ലാ ഇബാദത്തുകളും നമ്മൾ ചെയ്യുന്നത് നരകമോചനത്തിന് വേണ്ടിയാണ്, അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നത് നരകമോചനത്തിനാണ്. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ആരെങ്കിലും അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് നരകം അവന് ഹറാമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ 100 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മറകളെ നീക്കം ചെയ്യും. ഇങ്ങനെ വെച്ചാൽ നമ്മളെല്ലാം പല ചിന്തകളിലായിട്ട്, വേണ്ടാത്ത ചിന്തകളിലും വേണ്ടാത്ത ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിൽ മൊത്തം. ആ ചിന്തകളെ കൊണ്ടാണ് നമ്മൾ ഹറാമിലേക്കും മറ്റുള്ള തെറ്റുകളിലേക്കും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു 100 പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലെ മറകൾ അള്ളാഹു നീക്കും. പിന്നെ മറ ഉണ്ടാവില്ല. അവൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് സ്ട്രൈറ്റായിട്ട്, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കപ്പെടും, സ്ട്രൈറ്റായിട്ട് അടുക്കപ്പെടും. അങ്ങനത്തെ ഹൃദയം അള്ളാഹു നമുക്ക് നൽകും. നന്മയുള്ള ഹൃദയം നൽകും. നന്മയുള്ള ഹൃദയമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഇബാദത്തുകളും നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ മനസ്സ് നമ്മളങ്ങനെ പ്രേരിപ്പിക്കും. അല്ലാത്ത സമയത്തോ തിന്മയുടെ ഹൃദയമാണെങ്കിൽ തെറ്റുകളിലേക്ക് അവനെ പ്രേരണ അവനക്ക് സ്വാഭാവികമായിട്ട് കൊടുക്കപ്പെടും. സ്വലാത്തുൽ ഫാത്തിഹ 100 ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം നന്മയിലേക്ക് തുറക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 4ാമതായിട്ടുള്ള ശ്രേഷ്ഠത എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ ആഗ്രഹമില്ലാത്തവർ നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണ് ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? മനാമിൽ ഹബീബായ എൻ്റെ മുത്തിനൊന്ന് കാണാൻ, എൻ്റെ മുത്തിനെ ഒന്ന് കാണാൻ, മനാമിലൊന്ന് കാണാൻ ആഗ്രഹമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ നേതാവിനെ ഒന്ന് കാണാൻ, ആ സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ. സ്വലാത്തുൽ ഫാത്തിഹ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു അവസരം അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു കൊടുക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അള്ളാഹുവേ ഹബീബായ തങ്ങളെ ഞങ്ങളെ സ്വപ്നത്തിൽ, ഞങ്ങളെ മനാമിൽ ഒന്ന് കാണിക്കണേ അല്ലാഹ്, കാണിക്കണേ തമ്പുരാനെ, കാണിക്കണേ തമ്പുരാനെ. റൗളാ ഷരീഫിലേക്ക് ചെന്ന് ഹബീബായ തങ്ങളോട് സലാം പറയാൻ ഈ മാസത്തിൽ അല്ലാഹുവേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകൾ ചൊല്ലി തീർക്കും. ആരൊക്കെയാണ് ഈ മജ്ലിസിൽ നിന്ന്, ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് മഹാന്മാരായ സയ്യിദന്മാരെ നോട്ടമുള്ള ഹബീബായ തങ്ങളെ പേരക്കിടാക്കളെ നോട്ടമുള്ള മജ്ലിസാണ്. അതാണ് ഈ മജ്ലിസിൻ്റെ, ഈ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ. ഹബീബായ തങ്ങളെ പേരക്കിടാവ്. ഞാൻ പലപ്പോഴും പറയുന്നത്, ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ അച്ചി എന്ന സ്ഥലത്ത് നിന്ന് മുസല്ല വിരിച്ച് കടലുണ്ട് തീരത്തണഞ്ഞ മഹാനായ ജമലുല്ലൈൽ ഉപ്പാപ്പ, ഞങ്ങളൊക്കെ ഉപ്പാപ്പയാണ്. അവിടുത്തെ ഒരു തണലിലും അവിടുത്തെ ഒരു നോട്ടത്തിലും അവിടുത്തെ ഒരു ഇജാസിയത്തിലുമാണ് ഞങ്ങളെ മജ്ലിസും ഞങ്ങളുടെ ജീവിതമെല്ലാം. അല്ലാഹുവേ നീ ഉയർത്തണേ അല്ലാഹ്.
അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ആ പാപ്പാന്റെ നോട്ടമാണ് മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ സയ്യിദിയ മജ്ലിസ് എന്ന ഈ നാമവും ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടവും അവിടത്തേക്ക് പോയി അവിടുത്തെ ഒരു സമ്മതം തേടിയാണ് ഈ മജ്ലിസ് ഉണ്ടാക്കിയതും ഈ മജ്ലിസിന്റെ അവിടുത്തെ ഒരു നോട്ടം ഈ മജ്ലിസിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഈ മജ്ലിസിൽ വെച്ച് ആർക്കൊക്കെയാണ് നിയത്ത് ചെയ്യാൻ കഴിയുക. ഞാൻ തങ്ങളെ ഒരു 10,000 സ്വലാത്ത്, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന ആളുകളുണ്ട്. ഈ മാസത്തിൽ ഞാൻ തങ്ങളെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു 10,000 സ്വലാത്ത് ആരും നേർച്ചയാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി അവസാനം നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും തങ്ങളെ ഒരു 10,000, ഒരു 20,000, ഒരു 30,000, ഒരു 50,000, ഒരു 60,000, അല്ലെങ്കിൽ ഒരു 70,000, അല്ലെങ്കിൽ ഒരു ലക്ഷം സ്വലാത്ത് തങ്ങളെ ഞാൻ ചൊല്ലിത്തീർക്കും. ഒരു കൗണ്ട് ചെയ്യാം. ഒരു ദിവസം 1,00,000, ഒരു ദിവസം ഞാൻ എത്ര ചൊല്ലണം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ എത്ര ചൊല്ലണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ. ഒന്നും വെറുതെയാകില്ല. സ്വലാത്തിൻ്റെ മഹത്വം അത്രയും വലുതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളെ കാണിക്കാൻ വേണ്ടി ധാരാളം സ്വലാത്ത് ചെല്ലാണ്. ഞാൻ നല്ല സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് മറ്റൊന്നും അറിയണം. അയലക്കത്തെ വീട്ടിലെ ഫാത്തിമ അറിയണം, ഖദീജ നല്ല സ്വലാത്തുകാരിയാണ്, മറ്റുള്ളവർ പറയട്ടെ. അവള് നല്ല സ്വലാത്ത് ചെല്ലുന്ന പെണ്ണാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ സ്വലാത്ത് ചെല്ലുകയാണ്. ആ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കും. അങ്ങനെയും സ്വലാത്ത് ചൊല്ലാം. അപ്പൊ സ്വലാത്തിന്റെ ഒരു മഹത്വം എത്രയാണ് എൻ്റെ മുത്തുമോമിനീങ്ങളെ. സ്വലാത്തിന്റെ ഒരു മഹത്വം എത്ര വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ നിയ്യത്ത് ചെയ്തോ, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ. ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആരൊക്കെയാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിലുണ്ടാകും. ദുആ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓരോന്നും വായിക്കാറുണ്ട്. ഒഴിവിനനുസരിച്ച് ഞാൻ കമൻറ്റ് ബോക്സ് വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് കമൻറ്റ് എഴുതിയത് എന്ന് എനിക്കറിയാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് എല്ലാവരും തങ്ങളെ ഞാൻ ഈ മജ്ലിസിൽ വെച്ചിട്ട് ഒരു 10,000 സ്വലാത്ത് ഞാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു 20,000 സ്വലാത്ത് ഞാൻ നേർച്ചയാക്കി. എൻ്റെ പണിത്തിരക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ കൗണ്ട് ചെയ്യും. ആ കൗണ്ടർ ഇട്ടാൽ മതി, കൗണ്ടർ ഒരു വിരലിലാക്കി ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വലാത്ത് അധികരിപ്പിക്കുക. എപ്പോഴും ചൊല്ലാലോ, എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാം സ്വലാത്ത്. എന്നിട്ട് സ്വലാത്തിനെ അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത്ര ചൊല്ലും എന്ന് നിങ്ങൾ നിയത്ത് ചെയ്ത് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത്രയും ഇതിനേക്കാളും സ്വലാത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം മഹത്വമുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ തന്നെ ചൊല്ലണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത്. അതാണ് ഞാൻ നേർച്ചയാക്കാൻ പറഞ്ഞത്. ചിലർക്ക് സംശയം ഉണ്ടാവും, ഞങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹയാണോ 1,00,000 ഞങ്ങൾ ചൊല്ലേണ്ടത് ഈ മാസത്തിൽ? അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, സ്വലാത്തുൽ ഇബ്രാഹിമി ചൊല്ലാം, സ്വലാത്തു താജ് ചൊല്ലാം, സ്വലാത്തു തിബ്ബ് ചൊല്ലാം, സ്വലാത്തുൽ നാരി ചൊല്ലാം, സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാം. ഏത് സ്വലാത്ത് നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന ദിക്റിനെ, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനെ, നമ്മൾ ഓതുന്ന ഫാത്തിഹായെ, നമ്മൾ ഓതുന്ന ഇഖ്ലാസ് സൂറത്തിനെ, നമ്മൾ ഓതുന്ന മുഅവ്വിദത്തൈനി സൂറത്തുകളെ. അല്ലാഹു നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് ആരൊക്കെയാണോ ദുആ വസിയത്ത് ചെയ്തത്, ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ ദുആ വസിയത്ത് ചെയ്തത്, ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, രോഗികളുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ തിബ്ബ് സ്വലാത്ത് പറഞ്ഞ വീഡിയോസിൽ, ഔഷധ ഗുണമുള്ള സ്വലാത്ത് പറഞ്ഞ വീഡിയോസിൽ ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. തങ്ങളെ രോഗമാണ്, മാരകമായ ക്യാൻസർ രോഗമാണ്, മാരകമായ രോഗമാണ്, തങ്ങളെ ദുആ ചെയ്യണം. ഭർത്താവിന് രോഗമാണ്,
ഭാര്യയ്ക്ക് രോഗമാണ്, മക്കൾക്ക് രോഗമാണ്, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പൊന്നാര പൊന്നുമ്മ ഖബറിലാണ്, ഉപ്പ ഖബറിലാണ്, ദുആ ചെയ്യണേ തങ്ങളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഒരു വീടില്ല, റാഹത്തായൊരു ഭവനമുണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം. മക്കളെ സ്വാലിഹീങ്ങളാവാൻ തങ്ങൾ ദുആ ചെയ്യണം. മക്കൾ സ്വാലിഹീങ്ങളാവാൻ തങ്ങൾ ദുആ ചെയ്യണം. മക്കളെ പഠിപ്പിൽ അഭിവൃദ്ധി നൽകാൻ തങ്ങൾ ദുആ ചെയ്യണം. പരീക്ഷകളാണ് വരുന്നത്, പൊതുപരീക്ഷ പോലുള്ള പരീക്ഷകളാണ് വരുന്നത്, തങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. തങ്ങളെ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനാണ് ജോലി പ്രയാസങ്ങൾ. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണം. തങ്ങളെ ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ വേണ്ടി, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്, തങ്ങളെ അത് പാസ്സാവാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ധാരാളം എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്തത്രയും ദുആ വസിയത്തുകൾ എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലി ഒരു 33 പ്രാവശ്യം ദിക്ർ ചൊല്ലി, ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചെല്ലാം. ഞാൻ പലപ്പോഴും പറയുന്ന നമ്മളെ മജ്ലിസിൽ ആദ്യം തുടങ്ങുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ആ ദിക്റിൻ്റെ മഹത്വം എന്താണ്? ആ ദിക്റിൻ്റെ മഹത്വം സ്വർഗത്തിൻ്റെ 2 താക്കോലാണ്. ഒന്ന് സ്വലാത്ത്, നിസ്കാരമാണ്. രണ്ടാമത്തെ താക്കോല് ദിക്റാണ്. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ലാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുർ റഹീം
റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി തരണേ അല്ലാഹ്, നീ ഹാസിനാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം പെട്ടു നിൽക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും, സിഹർ പോലുള്ള പ്രയാസങ്ങൾ, കണ്ണേറ് പോലുള്ള പ്രയാസങ്ങൾ അല്ലാഹുവേ നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും, ധാരാളം ആളുകൾ രോഗികളുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, രോഗശമനം നീ നൽകണേ അല്ലാഹ്, രോഗശമനം നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ്. ധാരാളം ഈ മജ്ലിസ് കേൾക്കുന്ന, ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ദിവസേന ചെറുതും വലുതുമായ തെറ്റുകൾ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് തെറ്റുകൾ ചെയ്ത ആളുകളാണ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാ പാപങ്ങളും അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുത്ത് മാപ്പാക്കണേ അല്ലാഹ്, നീ മാപ്പാക്കണേ തമ്പുരാനെ, നീ മാപ്പാക്കണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നല്ലൊരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏറ്റവും ഖൈറായ അഫ്ളലായ ഒരു മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. ആ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മളെ തെറ്റുകളൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് ആ മാസത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ പങ്കുചേരാനും ആ അമാലുകളെ കൊണ്ട് ധന്യമാക്കാനുമുള്ള ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാവരും ഒരു 33 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പാപങ്ങളും, ഞങ്ങൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും രഹസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ വെട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്, നീ പൊറുത്തു തരണേ തമ്പുരാനെ, നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങൾ സാഹചര്യത്തിൻ്റെ അടിമപ്പെട്ടുകൊണ്ട് ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാറിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്, നീ പരിപൂർണ്ണ പൊറുക്കണേ തമ്പുരാനെ, നീ പരിപൂർണമായി പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമുക്ക് സ്വലാത്ത് ചൊല്ലാം. ഹബീബായ തങ്ങളെ മാസത്തിൽ
ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പരിചയപ്പെടുത്തിയത് ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ല. ഈ മജ്ലിസിൽ നിന്ന് ഒരു 11 പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി എന്നും നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ അടങ്ങേറുകൾ, ബലാകൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു എല്ലാം നീക്കി തരുമാറാകട്ടെ. അല്ലാഹു നീക്കി തരുമാറാകട്ടെ. അല്ലാഹു ഒരു ത്വരീഖ്, ഒരു വഴി, നല്ലൊരു വഴി അല്ലാഹു നമുക്ക് തുറന്നിട്ട് തരുമാറാകട്ടെ. അല്ലാഹു തുറന്നിട്ട് തരുമാറാകട്ടെ. എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ കൂടെ അക്ഷരത്തെറ്റുകളില്ലാതെ ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. റഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാവിലൊന്ന് കാണാൻ അല്ലാഹുവേ, അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അശ്റഫാക്കപ്പെട്ട മുഖമൊന്ന് ദർശിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.
ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ അവിടെ നീ ഇറക്കി വെക്കണേ. ഇറക്കി വെക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ. നൽകണേ തമ്പുരാനെ. ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. ഭാഗ്യം നൽകണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ. അടുപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിനാക്കണേ. നീ ഹാസിനാക്കി തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ധാരാളം ആളുകൾ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. പല ജാതി ഉദ്ദേശങ്ങൾ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. പല ജാതി പ്രയാസങ്ങൾ, മക്കളുടെ പ്രയാസങ്ങൾ, ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ, വീട് പണി പൂർത്തിയാകാത്തവർ, രോഗപ്രയാസങ്ങൾ, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ കൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ആമീൻ എടുക്കാം. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആമീൻ പറയുന്ന നമ്മൾ മോശക്കാരാകാം. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന് അടുത്താണ്, ഒരു ആബിദായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ആമീൻ എന്ന ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ നമ്മളെ ദുആ മുതലായി, ഇരുത്തം മുതലായി, മജ്ലിസ് മുതലായി, എല്ലാം മുതലായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مؤمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا رافع يا الله، يا مذل يا الله،
يا سميع يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ അംബിയാക്കള് ഔലിയാക്കള് സലഫുസ് സ്വാലിഹീങ്ങള് ആബിദീങ്ങള് മുസന്നിഫീങ്ങള് മുഫസ്സിരീങ്ങള് അല്ലാഹ് നിന്റെ മൺമറഞ്ഞു പോയ നിന്റെ ഔലിയാക്കൾ ഇവരുടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ ഇബ്രാഹിം ബാദുഷാ ഇർവാണി തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ ഷാഉൽ അമീദിൻ നാവൂരി തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ ദാവൂദുൽ ഹക്കീം മുത്തുഫേട്ടി തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ ഖുതുബുസ് സമാൻ സയ്യിദ് അലവിൽ മൻബുറം തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ ഖുതുബുസ് സമാൻ ജദ്ദി ഹസൻ ജമുല്ലൈലി തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ സുലൈമാൻ ജിന്നിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാനായ സിഎം മടവൂരി തങ്ങളുപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ് നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ് ഇഖ്ലാസുള്ള തഖ്വയുള്ള വറഉള്ള കിബ്റില്ലാത്ത നല്ല അസൂയയില്ലാത്ത നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഞങ്ങളെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി കൊടുക്കണേ അല്ലാഹ് ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ കമന്റ് ബോക്സിനായിട്ടും വാട്സപ്പിനായിട്ടും വിളിച്ചു പറഞ്ഞ ആളുകൾ കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്ന ആളുകൾ വസിയ്യത്തുകൾ ചെയ്ത ആളുകളുണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്യുന്ന ഭാര്യമാരുണ്ട് ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ ദുഷിച്ച ശീലങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹ് ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ് നല്ല ഭാര്യമാരുമൊത്ത് നല്ല കുടുംബ ജീവിതം നയിക്കാൻ ഭർത്താക്കന്മാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ ഭർത്താക്കന്മാരുടെ ജോലി നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് റാഹത്ത് കൊടുക്കണേ അല്ലാഹ് റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാഹ് മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കണേ അല്ലാഹ് മക്കൾക്ക് അല്ലാഹ് ഖൈറായ ജോലി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ വീടുള്ള തങ്ങളെ തങ്ങളെ
മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ഖൈറായ റാഹത്തുള്ള ഒരു മസ്കൻ, ഒരു ഭവനം നീ അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമായ അല്ലാഹ് ധാരാളം ആളുകൾ രോഗപ്രയാസങ്ങൾ പറഞ്ഞ് രോഗബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഊരവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണേ, കാലുവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണേ, ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ് തങ്ങളെ ദുആ ചെയ്യണേ, ഹൃദയ സംബന്ധമായ രോഗമാണ് തങ്ങൾ ദുആ ചെയ്യണേ, ലിവർ സംബന്ധമായ രോഗമാണ് തങ്ങൾ ദുആ ചെയ്യണേ, കിഡ്നി സംബന്ധമായ രോഗമാണ് തങ്ങളെ ദുആ ചെയ്യണേ, മാറാത്ത തലവേദനയാണ് തങ്ങൾ മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ സലാമത്ത് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നിന്റെ ലാഹിക്കായ ഖളായിൽ ഞങ്ങളുടെ ശരീരത്തിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തെ നിങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ കരീച്ച് കളയണേ അല്ലാഹ്. ഇസ്സാഅത്ത് മുതൽ നീ കരീച്ച് കളയണേ അല്ലാഹ്, കരീച്ച് കളയണേ അല്ലാഹ്. ഉള്ളവർക്ക് നീ പരിപൂർണ ശിഫാ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, പരിപൂർണ ശിഫാ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അത്തരം രോഗപ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിലാവുന്ന ഒരവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കള് പറയുന്നൊരവസ്ഥ അല്ലാഹുവേ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളിൽ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ, പ്രവാസികൾക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരാണ്, ഈ മജ്ലിസിനെ ബഹുമാനിക്കുന്ന ആളുകളാണ്, ഈ മജ്ലിസിലേക്ക് സഹകരിക്കുന്ന ആളുകളാണ്, സഹായങ്ങൾ ചെയ്യുന്നവരാണ് അല്ലാഹ്. അല്ലാഹുവേ, അവരെ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് നീ അടങ്ങേറ് കൊടുക്കല്ല തമ്പുരാനെ. ജോലി പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല അല്ലാഹ്, പ്രയാസകരമാക്കല്ല തമ്പുരാനെ. തനാസുല് മാറി കിട്ടിയിട്ടില്ല തമ്പുരാൻ, തനാസുല് മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ ശരിയായിട്ടില്ല, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അത്തരം പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ല അല്ലാഹ്, കൊടുക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ്, മക്കളുടെ പഠന കാര്യങ്ങൾ പറഞ്ഞ്, പരീക്ഷയിൽ പാസ്സാവാൻ തങ്ങളെ ദുആ ചെയ്യണേ, പൊതുപരീക്ഷയാണ് വരുന്നത്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അത്തരം ധാരാളം വസിയത്തുകളുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, റഹമുർ റഹീമീനായ തമ്പുരാനെ, എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, അവരുടെ ഖബർ ജീവിതം നീ വിശാലത കൊടുക്കണേ അല്ലാഹ്, കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലാഹ്, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്.
ഉപ്പാന്റെ ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, വിശാലത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ 10 മാസം ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച മാറോടണച്ച മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാന്റെ ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും അല്ലാ. ഉണക്കക്കട്ടിൽ ഞങ്ങൾ അങ്ങനെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ തമ്പുരാനെ. നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാ, ഖബറിൽ നൽകണേ തമ്പുരാനെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാല നൽകണേ തമ്പുരാനെ. ധാരാളം ഉമ്മമാര് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരെ കൊയക്കല്ല അല്ലാ, അവർക്ക് നീ അടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് നീ ബലാങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ നീ കാക്കണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ അല്ലാ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. اللهم بارك لنا رجب وشعبان وبلغنا شهر رمضان وفقنا في حرص الصيام والقيام وتلاوة القرآن ولسائر الأعمال والخيرات يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم.